വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം അതിന്റെ 16 വാക്യം. John 14:16. പിതാവിനോട് ചോദിക്കും, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അതവിടെ നിൽക്കുമ്പോൾ തന്നെ യോഹന്നാൻ 16:7. നമ്മൾ 14:16 വായിച്ചു. അടുത്ത 16:7. എല്ലാവരും ജാഗ്രതയോടെ ഈ ദൈവവചനത്തെ ശ്രദ്ധിക്കുക. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു. യേശു പറയുവാണ്, ഞാൻ നിങ്ങളോട് ഒരു സത്യം പറയുന്നു. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. യേശു പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഒരിക്കലും കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. അതിൽ നമ്മൾ 14:16 വായിച്ചിരിക്കുകയാണ്. ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് അയച്ച് തരും. നമ്മുടെ യേശു കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോ യേശു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വചനത്തിൽ ഒരു വചനമാണ്. യോഹന്നാൻ 14:1 മുതൽ യേശു ഇങ്ങനെ പറയുന്നു. 14:1 ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. യേശു പറയാണ്, നിങ്ങൾ ദൈവത്തിൽ എന്നിൽ വിശ്വസിപ്പീൻ. നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. അപ്പൊ ഹൃദയം കലങ്ങുന്ന ജീവിതാനുഭവങ്ങളിൽ നിൽക്കുന്ന സകലരോടും ദൈവത്തിന് സംസാരിക്കാനുള്ള ദൈവത്തിന്റെ ആലോചന, നിങ്ങൾ ദൈവത്തിൽ എന്ത് ചെയ്യേ? വിശ്വസിപ്പീൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തെ കലക്കുന്ന, വേദനപ്പെടുത്തുന്ന ജീവിതാനുഭവങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകും. അതിന്റെ മധ്യത്തിൽ നമ്മൾ എന്തിനെ കൈക്കൊള്ളണം? എന്തിൽ വിശ്വസിക്കണം? നമ്മുടെ കർത്താവിൽ. നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. കാരണം ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ, അവരുടെ മുറിവുകളെ കെട്ടുന്ന ഒരു നല്ല ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, സേവിക്കുന്നത്. ജീവിതത്തിന്റെ അകത്ത് ഹൃദയം, നമ്മുടെയൊക്കെ ജീവിതത്തിലെ കലങ്ങി മറിയുന്ന ഒരു വെള്ളം, കലങ്ങിയ ചെളിവെള്ളമായിട്ട് കലങ്ങിയ കാണാൻ രസമുണ്ടോ? കുടിക്കാൻ കൊള്ളാമോ? ഒരു വൈകൃതമായ അനുഭവമല്ലേ? ഒന്നിനും അങ്ങോട്ട് പറ്റാത്ത അവസ്ഥയല്ലേ? അതിന്റെ അടിയിൽ കിടക്കുന്ന മത്സ്യങ്ങളെ എന്തെങ്കിലും കാണാൻ പറ്റുമോ? കാരണം കലങ്ങി ചേറുമായിട്ടിരിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രശേഷമായി പലതും ഇങ്ങനെ കലങ്ങി മറങ്ങിയിരിക്കുമ്പോ അതിന്റെ മധ്യത്തിൽ ദൈവാത്മാവ് സംസാരിക്കുന്നു, നീ ദൈവത്തിൽ വിശ്വസിപ്പീൻ. നിനക്കൊരു സൊല്യൂഷൻ ഉണ്ടാകും. ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോൾ ഹൃദയം കലങ്ങിയിരുന്ന ആരൊക്കെ ദൈവത്തിൽ വിശ്വസിച്ചോ അവന്റെ ഹൃദയത്തെ കലങ്ങിയതിനെ തെളിവാക്കി മാറ്റിയ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ സാധിക്കും. സ്വന്തം തലമുറയുടെ നന്മ എന്താകും? ഈ മരുഭൂമിയിൽ, ഊഷര മരുഭൂമിയിൽ എന്റെ തലമുറ മരിച്ചു വീഴുമല്ലോ എന്ന് പറഞ്ഞ്, എനിക്ക് അത് കാണണ്ട എന്ന് പറഞ്ഞ് അമ്പിൻപാട് ദൂരത്തെ മാറി നിന്ന് കരഞ്ഞ ഹാഗാറുണ്ട്. അവൾ ചിന്തിച്ചെല്ലാം തീരുമെന്ന്. പക്ഷെ നിലവിളിയുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് തലമുറയ്ക്ക് ഉറവയെ കൊടുത്തൊരു കർത്താവ് ഉണ്ടെങ്കിൽ, നീ എത്ര കലങ്ങിയിരുന്ന വ്യക്തിയാണെങ്കിലും എന്റെ ദൈവത്തിൽ വിശ്വസിച്ചോ, ഏത് മരുഭൂമിയിലും അവന് വഴിയുണ്ട്. ഇന്ന് പകൽ ചിലതിനോട് പറയുന്നു, നിന്റെ മുമ്പിലുള്ള പലതും അസ്തമിച്ച്, ചിലത് എന്റെ ജീവിതത്തിൽ, എന്റെ തലമുറയിൽ എന്ത് സംഭവിക്കുമെന്ന് നീ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, എന്റെ കർത്താവ് വിളിച്ചു പറയുന്നു, ഹൃദയം കലങ്ങരുത്, എന്റെ ദൈവത്തിൽ വിശ്വസിപ്പീ. കാരണം അവൻ വേ മേക്കറാണ്. ഏത് മരുഭൂമിയിലും, ഏത് ഉഴഞ്ഞു നടന്ന അനുഭവത്തിലും നിനക്കായി, നിന്റെ തലമുറക്കായി ഉറവകളെ തുറക്കാൻ, നിന്റെ കണ്ണിനെ തുറപ്പാൻ അവൻ വിശ്വസ്തൻ. ജീവിതത്തിൽ കുത്തുവാക്ക് കേട്ട് സ്വന്തം വീട്ടിൽ ഇറങ്ങി ഇരിക്കാൻ പറ്റാതെ പ്രാർത്ഥിക്കാൻ പോകുമ്പോ കളിയാക്കിയ കളിവാക്കൽ കേട്ട ഹന്ന എന്ന് പറയുന്ന സഹോദരി ശമൂവേലിന്റെ പുസ്തകത്തിൽ ആലയത്തിൽ ചെന്ന് ഹൃദയത്തെ ദൈവത്തിൽ പകർന്ന് വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. ഏത് അസാധ്യ മണ്ഡലത്തിലും നിന്റെ ജീവിതത്തിൽ അത്ഭുതത്തിന്റെ വഴി തുറപ്പാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്.
ഹല്ലേലൂയ. പ്രിയപ്പെട്ട സ്വന്തം സഹോദരൻ മരിച്ച് നാറ്റം വെച്ച് കല്ലറയിൽ 4 ദിവസമായി ഇരുന്നപ്പോൾ ഉള്ളം കലങ്ങിയ മാർത്ത മറിയമാരുടെ മുമ്പിൽ വന്ന് എൻ്റെ യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് പകൽ നീ എത്ര ഉള്ളം കലങ്ങിയിരുന്നാലോ, നിന്റെ വിഷയം എത്ര നാറ്റം വെച്ചാലോ, ലേറ്റായി പോയാലോ, എന്റെ ദൈവം നിനക്കായി പ്രവർത്തിക്കും. യേശു പറയാണ്, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്, കലങ്ങി പോകരുത്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, വേറൊന്നും വേണ്ട ഒരു മനുഷ്യന്റെ മനസ്സ് ഹൃദയം കലങ്ങിയാൽ അവന്റെ ജീവിതം പോയതിന് തുല്യം. ജോലി പോയാലും കുഴപ്പമില്ല, ഞാൻ നെഗറ്റീവ് പറയല്ല, ജോലിയുടെ അല്ലെങ്കിൽ വേറൊരു വിഷയത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചു, പക്ഷെ ഹൃദയം കലങ്ങിപ്പോയാ പിന്നെ ഒരു രക്ഷയില്ല. പാട്ട് കലങ്ങി, പ്രാർത്ഥന കലങ്ങി, ഒന്നും ചെയ്യാൻ തോന്നത്തില്ല. ഇപ്പൊ നമുക്ക് ഇന്നത്തെ ആവശ്യത്തിന് ഒരു ആഹാരത്തിന്റെ ക്രമീണം നമ്മുടെ ഇല്ല, ചിലപ്പോൾ ഒരു പട്ടിണിയുടെ അനുഭവം ആകാം. അപ്പോഴും ഹൃദയം കലങ്ങിയാൽ പോയി. ഹൃദയം കലങ്ങിയില്ലെങ്കിൽ നീ അവിടെ ജയത്തോടെ നിൽക്കും. ഏറ്റവും പ്രധാനം എവിടാ? പിശാചിന് അതറിയാം, ഇതിട്ട് കലക്കും. മൈൻഡ് കലങ്ങിയാൽ, മനസ്സുണ്ടെങ്കിൽ സമയമുണ്ട്, മനസ്സുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, മനസ്സുണ്ടെങ്കിൽ എല്ലാത്തിനും സാഹചര്യമുണ്ട്. നമ്മുടെ മൈൻഡ് മാറിയാൽ ഒന്നും നമുക്ക് വരത്തില്ല. ചെറിയ വിഷയം വലിയ വിഷയമായിട്ട് തോന്നും. അതാ കർത്താവ് നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്, കലങ്ങരുത്. നെഞ്ചത്തോട്ട് കൈവച്ചാൽ ഹൃദയം കലങ്ങരുത്. കലങ്ങുന്ന ഒത്തിരി അനുഭവം ഉണ്ടാവും, ജീവിതത്തിന്റെ സാഹചര്യത്തിലുണ്ടാവും. പക്ഷേ കർത്താവിങ്കിൽ വിശ്വസിക്കുക. ബൈബിൾ ഉടനീളം കലങ്ങിയവരെ തെളിയിച്ച് ദൈവം കൊടുത്തിട്ടുണ്ട്. വേദനപ്പെട്ടവരുടെ മേൽ, കാരണം അവർ ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനായ ദൈവം. മനസ്സ് തകർന്നവരെ, അവരുടെ മുറിവുകളെ കെട്ടുന്ന ദൈവം. ഇത് പറഞ്ഞിട്ട് യേശു 2-3 വാക്യം വായിച്ച്, 2-3. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്തെ നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യേശു പറയാണ്, എന്റെ പിതാവിന്റെ അടുത്ത് എന്തുണ്ട്? അനേക വാസസ്ഥലങ്ങൾ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? നിങ്ങളെ വിട്ട് പിരിയാൻ പോവാ. സ്ഥലം ഒരുക്കാൻ എന്ത് ചെയ്യാ? പോവുക. അവിടെ സ്ഥലം ഒരുക്കിയതിന് ശേഷം ഞാൻ വന്ന് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യും? ചേർത്തു. എല്ലാവരും ശ്രദ്ധിച്ചേ, യേശു ഈ ഭൂമിയിലായി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ഒരു ദിവസം യേശു പറയാണ്, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്, കലങ്ങരുത്. എന്നിട്ട് യേശു പറയും, ഞാൻ പോവുക. അപ്പൊ ആലോചിച്ച് നോക്കി, സത്യം പറഞ്ഞ ഹൃദയകലക്കം കൂടും. നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്, കലങ്ങൽ എന്നിൽ എന്ത് ചെയ്താൽ മതി? വിശ്വസം. ഇത് പറഞ്ഞാൽ യേശു പറയാം, ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മണിക്കൂറിൽ ഞാൻ പോകും. ഞാൻ പോകുന്നത് എന്തിനാ? സ്ഥലം ഒരുക്കാൻ, പ്രിപ്പറേഷന് പോകുക. കഴിയുമ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്യും? നിങ്ങളെ ചേർത്തു. അപ്പൊ അതിനൊരു കാര്യം പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാണ്? പോകുക. അപ്പൊ തന്റെ യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ അവസാന സമയത്ത് യേശു പറയാണ്, ഞാൻ പോവുകയാണ്. എന്നിട്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ പോകുന്നു, ഞാൻ പോകുന്നു, പക്ഷെ നിങ്ങൾ ഒരിക്കലും ഭാരപ്പെടേണ്ട. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് പ്രയോജനം. അത് നമ്മൾ യോഹന്നാൻ 16 വെച്ച്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഇനിയാണ് ഗൗരവമായി ശ്രദ്ധിക്കുന്നത്. യേശു പറയാണ്, ഞാൻ പോകുന്നു, എന്ത് ചെയ്യാൻ പോകുന്നു? സ്ഥലം ഒരുക്കാൻ പോകുന്നു. എന്റെ പിതാവ് പോയിട്ട് ഞാൻ വേഗത്തിൽ എന്ത് ചെയ്യും? ഒരുക്കി കഴിയുമ്പോൾ എന്ത് ചെയ്യും? വരും. വന്ന് നിങ്ങളെ എന്ത് ചെയ്യും? ചേർത്തു. അവിടെ കൊണ്ടുപോകും. ഈ ഗ്യാപ്പിന്റെ ഇടയ്ക്ക് യേശു പറയാണ്, ഞാൻ പോകുന്നതുകൊണ്ട് നിങ്ങളൊന്നും ഭാരപ്പെടരുത്. പോകുന്നത് എന്താണ്? പ്രയോജനം. ഞാൻ പോകുന്നത് ഭയങ്കര ബെനിഫിറ്റാ. കാരണം ഞാൻ പോയാൽ ആര് വരും? കാര്യസ്ഥൻ വരും. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഏത് കാലഘട്ടം അറിയാമോ? യേശു വന്ന് സ്ഥലമൊരുക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പോയിട്ടുണ്ട്. ഇപ്പൊ ഏത് ഗ്യാപ്പാന്നറിയാമോ? അവൻ ഒരുക്കി വരുവാൻ ഉള്ള ആ ഗ്യാപ്പിൽ നമ്മൾ നിൽക്കുകയാണ്. ഇപ്പം നമുക്ക് പ്രയോജനമുള്ള ഒരു കാര്യം തരികയാണ്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് എന്താണ്? പ്രയോജനം. എന്താ പ്രയോജനം? അത് നമ്മൾ വായിച്ച യോഹന്നാൻ 14
16 പറയുന്നു, ഞാൻ പിതാവിനോട് ചോദിക്കും. അവൻ സത്യത്തിന്റെ ആത്മാവെന്ന സത്യത്തിന് ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ പോകുന്ന പ്രയോജനം ആരെ തരും? കാര്യസ്ഥനെ, സത്യത്തിന്റെ ആത്മാവാകുന്ന കാര്യസ്ഥൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തരും, കാര്യസ്ഥനെ തരും. അപ്പം ഈ കാര്യസ്ഥന്റെ അർത്ഥം പാരാക്ലിറ്റേസ്, എബ്രായ ഹീബ്രു വാക്കിൽ അതിന്റെ അർത്ഥം ഇതാണ്: അടുത്ത സഹായത്തിനായി വിളിക്കുന്ന വ്യക്തി. എന്താണ്? അടുത്ത സഹായത്തിനായി വിളിക്കുന്ന വ്യക്തി, ആശ്വാസപ്രദൻ, സഹായകൻ, കാര്യങ്ങൾ പരിപാലിക്കാൻ സമീപത്ത് നിൽക്കുന്ന വ്യക്തി. ഇതൊക്കെയാണ് ഇതിന്റെ അർത്ഥം. മറ്റൊരു കാര്യസ്ഥൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചേ, പ്രയോജനമുള്ള കാര്യം എൻ്റെ ദൈവം തന്നിട്ട് പോയിട്ടുണ്ട്. തന്റെ പരിശുദ്ധ ആത്മാവ്, കംഫർട്ടർ, ഹെൽപ്പർ, ഇന്റർസിയർ, അഡ്വക്കേറ്റ്, കംഫർട്ടർ, സ്റ്റാൻഡ് ബൈ. ആശുപത്രിയിലൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ ബൈസ്റ്റാൻഡർ എന്ന് പറഞ്ഞില്ലേ, കൂടെ നിൽക്കാൻ. കാരണം നീ കട്ടിലിൽ നിന്ന് എഴുന്നേക്കണ്ട, നിനക്ക് വേണ്ടി മരുന്ന് വാങ്ങിക്കാൻ, ഫുഡ് വാങ്ങിക്കാൻ പോയി ചെയ്തു വരുന്ന ബൈസ്റ്റാൻഡർ. സെയിം തന്നെയാണ് എൻ്റെ കർത്താവ് പറയുന്നത്. ഞാൻ പോകുന്ന നിനക്ക് പ്രയോജനം, പോകാഞ്ഞാൽ ആത്മാവ് വരത്തില്ല. ഇപ്പോൾ ആരുടെ കാലഘട്ടം? ആര് കർത്താവ്? നമ്മുടെ കർത്താവ് ആരെ തന്നിട്ടുണ്ട്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്, ആശ്വാസപ്രദനെ തന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ എടുക്കുന്ന മെസ്സേജ് ഇതാ: ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി, അതിന്റെ വർക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ പങ്ക്, ഇത് തിരിച്ചറിഞ്ഞാൽ ജയത്തിന്റെ ജീവിതം. നമുക്ക് ആരുണ്ട്? കാര്യസ്ഥനുണ്ട്. യേശു പറയാം, ഞാൻ പോകുന്നു. ഞാൻ പോയാൽ എപ്പോ വരും? സ്ഥലം ഒരുക്കിയിട്ടേ വരത്തുള്ളൂ. നാളും നാഴികയും ഒന്നും അറിയില്ല, ലക്ഷണങ്ങളൊക്കെ കാണും, പക്ഷെ ഞാൻ വരും. പക്ഷെ സമയം പറ്റത്തില്ല. ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഒരിക്കലും ഭാരപ്പെടണ്ട, ഹൃദയം കലങ്ങരുത്. എന്നെ വിശ്വസിച്ചോ, ഞാൻ ഒരാളെ തരാൻ പോവുകയാണ്, പരിശുദ്ധ ആത്മാവ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം, ക്രിസ്തീയ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. ആശ്വാസകൻ, സഹായകൻ, ചിലത് പറയുന്ന അഡ്വക്കേറ്റ്, നിനക്ക് വേണ്ടി വാദിക്കുന്നവൻ, നിന്റെ കൂടെ ബൈസ്റ്റാൻഡ് നിൽക്കുന്നവൻ. അതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അതായത് ദൈവത്തിന്റെ ആത്മാവ്. കാര്യസ്ഥൻ ദൈവത്തിന്റെ ആത്മാവ്. അതിൽ ഗ്രീക്കിൽ ന്യൂമ എന്ന് പറയും, ഹീബ്രുവില് റൂഹ, കാറ്റ്, ശ്വാസം, വിൻഡ് ഒക്കെ അർത്ഥമായിട്ട് വരും. ദൈവത്തിന്റെ കാറ്റ്, ദൈവത്തിന്റെ ശ്വാസം. ബൈബിൾ പറയുന്നു ദൈവം സർവശക്തനും. അപ്പോൾ തന്നെ ദൈവം ആരാന്നറിയാമോ? 139 സംഗീതത്തിൽ പറയുന്നത് അവൻ സർവവ്യാപിയാണ്. ദൈവം ആരാണ്? സർവവ്യാപിയാണ്. തന്റെ ആത്മാവ് സകലയിടത്തുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് സർവവ്യാപിയാണ്. അതാ ദൈവവചനം പറയുന്നത്, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ പോകും? ഹല്ലേലൂയ. അവൻ സർവവ്യാപിയായ ദൈവം. ഇനി ശ്രദ്ധിച്ച്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പങ്ക്, റോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? യേശു പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ പോകുന്നത് നല്ലതാണ്, പോയാൽ ആര് വരും? കാര്യസ്ഥൻ. ഞാൻ ഈ പറയുന്ന മെസ്സേജ് നിങ്ങൾ ഏറ്റെടുത്താൽ ഇന്ന് മുതൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ഭയങ്കര ബ്ലെസ്സിംഗ് വെളിപ്പെടാൻ പോകും. ഒരു കാര്യസ്ഥനെ മനസ്സിലാക്കി നമ്മൾ ജീവിക്കാൻ പോവാം. കാര്യസ്ഥൻ. അപ്പം ഞാൻ പോയി സ്ഥലമൊരുക്കി വരും. ഈ വരുന്ന കാലഘട്ടത്തിൽ തന്നേക്കുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്, റൂഹ, ന്യൂമ, ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ കാറ്റ്. ഇനി ശ്രദ്ധിച്ച്, പഴയ നിയമം മുതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും അതിന്റെ പ്രവൃത്തിയും നമുക്ക് കാണാൻ സാധിക്കും. സൃഷ്ടിപ്പ് മുതൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ
സാധാരണ ഒരു ശക്തിയായി മാത്രമാണ് ദൈവത്തിന്റെ ആത്മാവിനെ കണ്ടിട്ടുള്ളത്. പക്ഷെ ശക്തി മാത്രമല്ല, നിന്റെ കൂടെ നടത്തുന്ന, ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന ഒരു വ്യക്തി പോലെ നിന്റെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാൻ പറ്റും. മീറ്റിങ്ങിനകത്ത് വരുന്ന ദൈവസാന്നിധ്യത്തിന്റെ ശക്തി മാത്രമല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. എല്ലാവരും എടുത്തേ. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി ഉൽപ്പത്തി പുസ്തകം മുതൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് സകലത്തെ സൃഷ്ടിച്ചതും സകലത്തിനും പൂർത്തി വരുത്തുന്നതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആദ്യം സങ്കീർത്തനം 33:6 വായിക്കും. സങ്കീർത്തനം 1-2 വചനം ഒന്ന് വായിക്കാൻ ശ്രദ്ധിക്കണം. സങ്കീർത്തനം 33:6 ഇയ്യോബ് 33:4 എടുത്തുക്കണം. സങ്കീർത്തനം 33:6 ഒരാളെടുത്ത്, അതിനുശേഷം ഇയ്യോബ് 33:4. സങ്കീർത്തനം 33:6 വായിച്ച്. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. ദൈവത്തിന്റെ വചനത്താൽ ആകാശവും വായിലെ ശ്വാസത്താൽ ഈ പറഞ്ഞ സകലതും എന്ത് ചെയ്തു? ഉളവായി. ഇയ്യോബ് 33:4. ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു. സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ശ്വാസമാണ് നാം. സർവശക്തനാണ് സകലത്തിന് ജീവൻ നൽകിയത്. അപ്പൊ പഴയ നിയമത്തിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. സൃഷ്ടിച്ച് യോബ് പറയുന്നു, നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം, ഭൂമിയിലെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവനുള്ളിൽ എന്ത് ചെയ്തു? ജീവശ്വാസം ഊതി. അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി. ഇനി അത് മാത്രമാണോ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1:1-2 ഒന്ന് എടുത്തേ, എല്ലാവരും എടുത്തേ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായി ശൂന്യമായും ഇരുന്നു. ഒരു ഡിസോർഡറായി, ഓർഡർ ഇല്ലാതെ, ഡാർക്ക്നെസ് ആയി മൊത്തത്തിൽ ഇരിക്കുന്ന ഒരു അവസ്ഥ. ഒരു ഓർഡർ ഇല്ല, ഡിസോർഡർ ആയിട്ട് കിടക്കുകയാണ്. ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ആഴത്തിന് മേലെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. കണ്ടോ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി? കണ്ടോ? പാരായി, രൂപരഹിതമായി, കാണാൻ നല്ല ഭംഗിയില്ലാതെ, ഇരുട്ടുമൂടി, വെള്ളം മൂടി കിടക്കുന്ന ഭൂമിയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്തു? പരിവർത്തിച്ചു. അതിന് പല അർത്ഥമുണ്ട്. പരിവർത്തിച്ചെന്ന് പറയുമ്പോൾ ഒരു പശി വട്ടമിട്ട് ഒരെണ്ണത്തിന്റെ ചുറ്റും കിടന്ന് പറക്കുന്ന പോലെ വട്ടമിട്ട് പരക്കുന്നു. ഹല്ലേലൂയ. ഒരു തള്ളക്കോഴി മുട്ടയുടെ അടിയിൽ പൊരുതിരിക്കുന്ന പോലെ, മുട്ട വിരിയാൻ ഇരിക്കുന്നത് പോലെ, ചിറകിന്റെ കീഴിൽ ഇരിക്കുന്ന പോലെ ആത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങി. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിന്റെ റോൾ എന്താണെന്നറിയാമോ? ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, പാരായും രൂപരഹിതമായും ഇരുട്ടുമൂടിക്കിടക്കുന്ന ഭൂമിയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങി. പരിവർത്തിച്ചതിന്റെ റിസൾട്ട് ബൈബിൾ പറയുന്നു, പാരിനെയും ശൂന്യതയെയും ഇരുളിന്റെ നടുവിൽ ദൈവാത്മാവ് പൊരുന്നിരുന്നപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പാരിന് പരം മനോഹരമായ, ശൂന്യതയ്ക്ക് പകരം നിറവുള്ള, ഇരുട്ടിന് പകരം വെളിച്ചമുള്ള ഇന്ന് കാണുന്ന മനോഹരമായ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചെടുത്തു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ, ഒരു ടൂർ പോകുമ്പോൾ, നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ എന്ത് മനോഹരമാ! ഈ കാണുന്ന നല്ല മനോഹരമെന്ന് പറയുന്ന ഭൂമിയെ, പാരായി കിടന്നതിനെ, ശൂന്യമായി കിടന്നതിനെ നിറച്ച് മനോഹരമാക്കി വെളിച്ചമുള്ളമാക്കി മാറ്റിയത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആദിയിൽ മുതൽ പരിവർത്തിച്ചു തുടങ്ങിയതാ. ഇന്ന് പകൽ യേശു പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥന്റെ ഒന്നാമത്തെ പ്രവൃത്തി എന്താണെന്നറിയാമോ? ഒരു രൂപവുമില്ലാതെ ശൂന്യമായി കിടക്കുന്ന, പാഴായി കിടക്കുന്ന, ഇരുട്ടുമൂടി കിടക്കുന്ന നിന്റെ ജീവിതത്തെ മനോഹരമാക്കാൻ, നിറവാക്കി മാറ്റാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഒന്ന് കരങ്ങളെ അടിച്ചത് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിന്റെ മഹത്വം കയറ്റിയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവ് പരിവർത്തിക്കുമ്പോൾ പാരും ശൂന്യമായതിനെ ദൈവം മാറ്റും. ഹല്ലേലൂയ. ദൈവാത്മാവ് പരിവർത്തിക്കുമ്പോൾ അനുഭവങ്ങൾക്ക് മാറ്റം ഉണ്ടാവും.
അപ്പം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പങ്ക് ശ്രദ്ധിക്കണം. സൃഷ്ടിയിൽ ഇത് സംഭവിച്ചെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കണം. അതാ കാരിസനെ തന്നേക്കുക. ഒരു രൂപമില്ലാതെ ശൂന്യതയ്ക്കകത്ത് ഇരുട്ടിന്റെ അകത്ത് കിടക്കുന്ന ഏതെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അതിനെ മനോഹരമാക്കി, നിറവുള്ളതാക്കി, വെളിച്ചമുള്ളതാക്കി ദൈവം മാറ്റും. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഈ ഒരു അനുഭവത്തിൽ പോന്നെങ്കിൽ ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ, ദൈവാത്മാവേ നിന്റെ പരിവർത്തനം ഇന്ന വിഷയത്തിൽ ഉണ്ടാകണം. നിറവില്ലാതിരിക്കുന്ന, കുറവായിരിക്കുന്ന, അലങ്കോലപ്പെട്ട് കിടക്കുന്ന, മനോഹരമല്ലാത്ത അവസ്ഥയിൽ പരിശുദ്ധാത്മാവെ പരിവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങൾ റെഡിയാണോ? യേശു പറഞ്ഞ കാരിസന്റെ പങ്ക പാരായി കിടക്കുന്നത് കണ്ട്, ശൂന്യമായി കിടക്കുന്നത് കണ്ട്, ഇരുട്ട് മൂടി കിടക്കുന്നത് കണ്ട് നമ്മൾ ശപിച്ച് അല്ലയോ ഇങ്ങനെയൊക്കെ പെറുപെറുത്ത് ജീവിക്കാനല്ല ആഗ്രഹിക്കുന്ന നിനക്ക് കാര്യസ്ഥനെ തന്നേക്കാം. ഒന്ന് വിട്ടുകൊടുക്കാം. ആത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങിയാൽ മനോഹരമാക്കി എൻ്റെ ദൈവം മാറ്റും. ഇന്ന് പകൽ എവിടെങ്കിലും മനോഹരത്വം ജീവിതത്തിന്റെ അകത്ത് അനുഭവിക്കുന്നില്ലെങ്കിൽ, ഒരു കുറവ് അനുഭവിക്കുന്നെങ്കിൽ, ഇരുട്ട് മൂടിയ അനുഭവങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, കർത്താവേ എൻ്റെ വീട്ടിന്റെ മേൽ, എൻ്റെ തലമുറയുടെ മേൽ, എൻ്റെ കുടുംബത്തിന്റെ മേൽ എൻ്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീവിതത്തിന്റെ അകത്ത് ദൈവപ്രവൃത്തിയെ വെളിപ്പെടും. ഒന്ന്, ആ സൃഷ്ടിയിൽ സകലത്തിനെ മനോഹരമാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. നമ്പർ 2, അപ്പം ആദിയിൽ സൃഷ്ടി മുതൽ ദൈവാത്മാവിന്റെ പ്രവൃത്തി കാണാം, മനോഹരമാക്കിയത്. അടുത്തത്, പഴയ നിയമത്തിൽ ചില വ്യക്തികളുടെ മേൽ ആത്മാവ് വസിച്ച് അവരെ കൊണ്ട് ചില ദൈവപ്രവൃത്തി ദൈവം ചെയ്യിപ്പിച്ചു. ഒന്ന്, ഉൽപ്പത്തിയിൽ 41 കാണാം, ജോസഫിന്റെ മേൽ ദൈവാത്മാവ് ഉണ്ടായിരുന്നു. ജോസഫിന്റെ മേൽ എന്തുണ്ടായിരുന്നു? ദൈവാത്മാവ് ഉണ്ടായിരുന്നു. ജോസഫിന്റെ മേൽ ദൈവാത്മാവ് ഉണ്ട്. അതുപോലെ തന്നെ ദാനിയേലിന്റെ മേൽ ദൈവത്തിന്റെ വിശേഷ ജ്ഞാനം ഉണ്ടായിരുന്നു. ഇവർക്ക് രണ്ടും ഉള്ളൊരു ഗുണം എന്താ അറിയാമോ? സ്വപ്നങ്ങൾ രാജാക്കന്മാര് കാണുമ്പോ അതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ദൈവം ഒരു കൃപ കൊടുത്തു. ആദിയിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കും നമ്മൾ കണ്ടു. പിന്നെ വ്യക്തികളിൽ ആത്മാവ് ഇറങ്ങി വസിച്ചു. ജോസഫിന്റെ മേലെ ഗുണം എന്താ? സഹോദരങ്ങൾ തള്ളിയപ്പോഴും, പിടിച്ച് പൊട്ടക്കല്ലിൽ ഇട്ടപ്പോഴും, അടിമയാക്കി വിറ്റപ്പോഴും ദൈവാത്മാവ് അവന്റെ കൂടിരുന്നു. അതിനൊരു പ്രത്യേകത, അവന് ഉയർച്ച ദൈവം കൊടുത്തു. വേണ്ടപ്പെട്ടവർ സഹായിച്ചില്ല, അല്ലെങ്കിൽ സഹായിക്കുമെന്ന് അവൻ ചിന്തിച്ചവർ പാനവാർത്തവാഹനം അവനെ തള്ളിയപ്പോൾ, ഓർക്കാതിരുന്നപ്പോൾ, ദൈവാത്മാവുള്ളവൻ ഒരു ദൂതുണ്ട്. ആരും ചിലപ്പോ സമയത്തിന് വന്നില്ലേലും നിന്റെ മേൽ വന്നിരിക്കുന്ന ആത്മാവിന് നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ പറ്റും. ഹല്ലേലൂയ. സ്വപ്നം വ്യാഖ്യാനിച്ചു, അവൻ മിസ്രൈമിലെ അധികാരിയാക്കി മാറ്റി. ദൈവം അവനെ ഉന്നത അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടെത്തിച്ചു. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പങ്ക് ജീവിതത്തിന്റെ ഏത് അനുഭവത്തിൽ കൂടെ നീ കടന്നു പോയാലും, പൊട്ടക്കിണറാകാം, ചെയ്യാത്ത കുറ്റത്തിന്റെ കാരാഗ്രഹമാകാം, അടിമത്തത്തിന്റെ വീടാകാം, ചെയ്യാത്ത കുറ്റാരോപണമാകാം, പക്ഷെ ആത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ നിന്റെ വാഗ്ദത്തങ്ങളിലേക്ക്, നീ കണ്ട സ്വപ്നങ്ങളിലേക്ക് ദൈവാത്മാവ് എത്തിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ പങ്ക് എന്താണെന്നറിയാമോ? ഇന്ന് പകൽ കൊതിക്കണ കാര്യസ്ഥൻ നിന്റെ കൂടുണ്ടെങ്കിൽ, ഞാൻ പറയാം, ഈ വാക്ക് ശ്രദ്ധിച്ചോണം, കാര്യസ്ഥൻ നിന്റെ കൂടുണ്ടെങ്കിൽ നിന്റെ കാര്യം നോക്കാൻ വേറെ ആരുമില്ലല്ലോ. നിന്റെ വാഗ്ദത്തങ്ങളിലേക്ക്, നീ കണ്ട സ്വപ്നങ്ങളിലേക്ക് ദൈവാത്മാവ് നിന്നെ കൊണ്ടെത്തിക്കും. അടിമയായിട്ട് പിടിച്ചോണ്ട് പോയ ബാലന, അടിമയായിട്ട് കൊണ്ടുപോയവനാ, അവന്റെ മേൽ ആത്മാവുണ്ടെന്ന് വ്യാഖ്യാനിച്ചു. രാജാവ് അവന് ഉന്നത പദവി കൊടുത്തു മാനിച്ചു. അടിമയാണെങ്കിലും, സാഹചര്യം ബന്ധിക്കപ്പെട്ട അവസ്ഥയാണെങ്കിലും, ആത്മാവുണ്ടെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും.
അതിന്റെ അർത്ഥം ജീവിതത്തിൽ ദൈവമക്കളെ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ഈ ആശ്വാസപ്രദനായ, ഈ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. അതുണ്ടെങ്കിൽ എത്തേണ്ടടുത്ത് ദൈവം എത്തിക്കും. നീ കണ്ട സ്വപ്നത്തിലേക്ക് എത്തിക്കും. കണ്ടോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിലെ പ്രവൃത്തിയാ. സൃഷ്ടിച്ചതിനെ സൃഷ്ടിച്ച ദൈവാത്മാവ് മനോഹരമാക്കി തീർത്തു. ദൈവാത്മാവിന്റെ ഒരു പ്രവൃത്തി അലങ്കോലപ്പെട്ട് മനോഹരമല്ലാതെ ശൂന്യമായി കിടക്കുന്നതിനെ മനോഹരമാക്കി മാറ്റും, അവസ്ഥ മാറ്റും. അതാ ഉയരത്തിൽ ആത്മാവിനെ പകരുമ്പോൾ മരുഭൂമി ഉദ്യാനമായി മാറും. ഉദ്യാനം പിന്നെ വനമായി എണ്ണപ്പെടും. കാണുമ്പോ മരുഭൂമിയാ, ആത്മാവ് പകർന്നുകൊണ്ടിരിക്കുമ്പോ പിന്നെ ചെറിയ ഗാർഡൻ ആയിട്ട് മാറും. അവിടം കൊണ്ട് നിൽക്കത്തില്ല. വീണ്ടും ആത്മാവ് പകരുമ്പോൾ ഗാർഡൻ വലിയ ഫോറസ്റ്റ് ആയി തീരും. ഇന്ന് കണ്ടത് മരുഭൂമിയാണെങ്കിൽ വരും നാളുകൾ അതിൽ ഫോറസ്റ്റ് ആയി മാറും. എന്താ ചേഞ്ച്? ദൈവാത്മാവിന്റെ പകർച്ച. ഇന്ന് പകൽ ദൈവവേദനയോട് പറയുന്നു, ആത്മാവിന്റെ നിറവിന് വേണ്ടി കൊതിച്ചോ, നിന്നെ മനോഹരമാക്കി നിന്റെ ലൈഫിനെ ദൈവം മാറ്റും. ജോസഫിന്റെ മേൽ, ദാനിയന്റെ മേൽ വാഗ്ദത്തം പൂർത്തീകരിച്ചു, ഉന്നത സ്ഥാനത്തെത്തിച്ചു. കണ്ടോ, ദൈവാത്മാവ് ഉണ്ടെങ്കിൽ ചിലതിനെ ഉന്നത സ്ഥാനത്തെത്തും. ദൈവാത്മാവിനെ ഇന്ന് പൗൽ പ്രാർത്ഥിക്കും, കർത്താവേ ഈ ആത്മാവ് എന്റെ മേൽ വ്യാപരിക്കട്ടെ, എന്റെ തലമുറകളുടെ മേൽ വ്യാപരിക്കട്ടെ. അതുകൊണ്ട് എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. മോശയുടെ മേലും ജോഷുവയുടെ മേലും ഉണ്ടായിരുന്നു. അതിന്റെ ഗുണം എന്താണെന്നറിയാമോ? ജനലക്ഷങ്ങളെ നയിക്കാൻ ഒരു കൃപ ദൈവാത്മാവ് കൊടുത്തു. നമ്മൾ പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല, കഴിവില്ല, പക്ഷെ ആത്മാവ് നടത്തും. ഒരു മനോഹരമായ വാക്കുണ്ട്, സംഖ്യ 11:17 എടുത്ത്. പഴയ നിയമത്തിൽ ദൈവാത്മ ചില വ്യക്തികളെ വ്യാപരിച്ചതാണ്. സംഖ്യ 11:17, സംഖ്യ 11:17, പിന്നെ 27:18 നമ്മൾ വായിക്കും. അവിടെ ഞാൻ ഇറങ്ങി വന്നു നിന്നോട് അരുളി ചെയ്യും, ഞാൻ നിന്റെ മേലുള്ള ആത്മാവിന്റെ കുറെ എടുത്ത് അവരുടെ മേൽ പകരും. നീ ഏകനായി വഹിക്കാതിരിക്കേണ്ടതിന് അവർ നിന്നോടുകൂടെ ജനത്തിന്റെ ഭാരം വഹിക്കും. അപ്പൊ മോശയോട് പറയാണ്, നിന്റെ മേലുള്ള ആത്മാവിന്റെ ഒരു പങ്കെടുത്ത് ഞാൻ കുറെ എടുത്ത് വേറെ ചില ആൾക്കാരുടെ മേൽ എന്ത് ചെയ്യും? വഹിക്കും, പകരും. അപ്പൊ ഈ ഒരു ആത്മസാന്നിധ്യം ദൈവാത്മാവ് പകർന്നുകൊണ്ടാണ് ജനലക്ഷങ്ങളെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടിവിച്ച് പുറത്തു കൊണ്ടുവരാൻ ദൈവാത്മാവ് സഹായിച്ചത്. അത് തന്നെ ജോഷുവയിൽ പകർന്നു. യോശുവയുടെ നേതൃത്വത്തിൽ കനാൻ നാട്ടിൽ ദൈവം കൊണ്ടെത്തിച്ചു. അപ്പൊ പഴയ നിയമത്തിൽ കണ്ടോ, വ്യക്തികളുടെ മേൽ ദൈവാത്മാവ് വസിച്ചു. അവരെ കൊണ്ട് ചെയ്തെടുക്കേണ്ട ചില ദൈവപ്രവൃത്തി കർത്താവ് ചെയ്തു. ഇനി ഒരു ദൂത് ശ്രദ്ധിക്കണം, ഈ ഗിദെയോന്റെ മേൽ ശ്രദ്ധിച്ചു. 6:33-34 ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 33-34 വചനങ്ങൾ. ന്യായാധിപ ജഡ്ജസ് ചാപ്റ്റർ 6 verse 33 and 34. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 33-34. അനന്തരം മിദ്യാന്യരും അമേലിയക്കരും കിഴക്കു ദേശക്കാർ എല്ലാവരും ഒരുമിച്ച് കൂടി ഇക്കരെ കടന്ന് ഇസ്രായേൽ താഴ്വരയിൽ പാളയമിറങ്ങി. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്ന് അവൻ കാഹളമൂതി അബീയേസരെ തന്റെ അടുക്കൽ വിളിച്ചുകൂട്ടി. നോക്കിക്കോണം, ശത്രു യുദ്ധത്തിന് വന്നപ്പോൾ ഗിദെയോന്റെ മേൽ എന്തോ വന്നു? ദൈവത്തിന്റെ ആത്മാവ് വന്നു. ശ്രദ്ധിച്ചോണം, പരിശുദ്ധാത്മാവിന്റെ പങ്ക് ശ്രദ്ധിച്ചോണം. ഗിദെയോന്റെ ജീവിതാനുഭവം എന്ന് പറയുമ്പോ വിതയ്ക്കുന്നതെല്ലാം ശത്രു വന്ന് നശിപ്പിക്കുകയാണ്. കൊയ്യാൻ സമ്മതിക്കത്തില്ല. വിതയ്ക്കും, ശത്രുക്കൾ വന്ന് എന്ത് ചെയ്യും? മിദ്യാനിലും അമോരിക്കും വന്ന് നശിക്കും. ഒരു കൃഷി അനുഭവിക്കാൻ പറ്റത്തില്ല. വരിക, അവർ ഏറ്റവും വേദനപ്പെട്ടിരിക്കുന്ന അവസ്ഥ വരും. കാരണം ഒന്ന് കേറി വരും, അത് അനുഭവിക്കാൻ സമ്മതിക്കത്തില്ല, ആ നന്മ അനുഭവിക്കാൻ സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് അവനോട് പറഞ്ഞോ, ഗിദെയോനെ ഞാൻ നിന്നെ ശക്തീകരിക്കാൻ പോവുക. ഞാൻ ശക്തീകരിക്കുമ്പോ ശത്രുവിനെ നീ ജയിക്കും. നിനക്ക് ശക്തി ഇല്ലായിരിക്കാം, പക്ഷെ എന്റെ ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിനക്ക് ശത്രുവിനെ ജയിക്കാൻ സാധിക്കും. ആ അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഗിദെയോൻ ശത്രുവിനെ തോൽപ്പിച്ചൊരു ജയം കൊണ്ടാടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് പകൽ ചിലനോട് ദൈവം പറയുന്നു, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കേണ്ടതിനെ ശത്രു കൊത്തിപ്പറക്കി കൊണ്ടുപോകുന്നെങ്കിൽ ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ, നിന്റെ കൂടാരത്തിന് മേൽ വരുമ്പോൾ അതിനുമേൽ ജയിക്കുന്ന ഒരു ദൈവകൃപ. ഓ
Foraba Shantona Ribal Kara. ഇസ്രായേൽ മക്കൾ വിതയ്ക്കും, മിദ്യാനർ വന്നത് കൊയ്തെടുത്ത് നശിപ്പിച്ചുകൊണ്ട് പോകും. ഇന്ന് പകൽ നീ വിതച്ചതും നീ നിന്റെ കുടുംബം അനുഭവിക്കേണ്ടതിന് കൊത്തിപ്പറക്കി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ ശക്തികളെ ജയിക്കാൻ നിന്റെ മേൽ അഭിഷേകത്തെ പകരുന്ന ഒരു ദൈവമുണ്ട്. കരങ്ങളെ തട്ടി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. എന്തെന്നറിയത്തില്ല, ഇന്ന് പകൽ ഗിദെയോനെ പോലെ ദൈവം ചിലതിനെ ശക്തിപ്പെടുത്തുക. നീ വിതച്ചത്, നന്മ കാണേണ്ടത്, കൊയ്ത്ത് കാണേണ്ടതിനെ കാണിക്കാതെ തട്ടിപ്പറിക്കുന്ന, അതിന്റെ വിളവുകളെ നശിപ്പിക്കുന്ന പൈശാചിക പോരുകളെ ഉടച്ചു മാറ്റുന്ന ദൈവാത്മാവിന്റെ നിറവിനെ ഇന്ന് പകൽ പ്രാപിച്ചോ. ഗിദെയോന്റെ മേൽ ദൈവാത്മാവ് വന്ന പോലെ ഇന്ന് പകൽ ചില ജീവിതത്തിന്റെ മേൽ ഇന്ന് പകൽ ചില ദൂത യേശു പറഞ്ഞ പാരാക്ലിറ്റസ്, ആശ്വാസപ്രദനായ കാര്യസ്ഥന്റെ ഗുണം എന്താണെന്നറിയാമോ? ഗിദെയോനും കൂട്ടരും പേടിച്ചു പോയി. ഞങ്ങൾ വിതയ്ക്കുന്നതെല്ലാം കൊണ്ടുപോകുവാണല്ലോ, ഞങ്ങൾക്ക് അതിനെ നേരിടാൻ ശക്തിയില്ലല്ലോ, ഞങ്ങൾ ഞങ്ങളുടെ തലമുറയെ അനുഭവിക്കേണ്ട നന്മയാണ്. വിതയ്ക്കും, ശത്രു കൊണ്ടുപോകും, അടുത്ത വീണ്ടും വിതയ്ക്കും, കൊയ്യുമെന്ന് വിചാരിക്കും, ഹാർവസ്റ്റ് കാണാൻ സമ്മതിക്കത്തില്ല. പക്ഷെ ദൈവാത്മാവ് ശക്തീകരിച്ചപ്പോ ഗിദെയോനിയ സേന പോലെ എടുത്ത് ശത്രുവിനെ ചവിട്ടി മാറ്റി ഒരു ദൈവപ്രഭു വെളിപ്പെട്ടതുപോലെ ഇന്ന് പകൽ ചിലതിന്റെ നിന്റെ കുടുംബത്തിൽ ദൈവം ഗിദെയോനെ പോലെ നിന്നെ ശക്തിപ്പെടുത്തുകയാണ്. Receive it. Walbi thalbi lalbi thiya. സഹോദരന്മാർ, സഹോദരിമാർ, ഇന്ന് പകൽ വിശ്വസിക്ക്, ദൈവാത്മാവ് നിന്നെ ശക്തീകരിക്കുക. ദൈവാത്മാവിന്റെ പ്രത്യേകത, നമുക്ക് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ ജീവിതത്തിനെതിരെ വരുന്ന പോരാടുന്നതിനെ ഇനി പാസ്റ്റർ വരണമെന്നില്ലെന്ന് നിന്റെ മേൽ ശക്തി വ്യാപിക്കുമ്പോ നീ അതിനെ ചവിട്ടി ജയിക്കാൻ നിന്റെ കൂടാരത്തിൽ ദൈവകൃപ വരും. ഗിദെയോനെ ഈ ബലത്തോടെ പോ. ബൈബിൾ പറയുന്നു, ഒരു രാത്രി ഗിദെയോൻ ചെന്ന് ശത്രുവിന്റെ ബലിപീഠങ്ങളെല്ലാം ഉടച്ച് വെട്ടിക്കളഞ്ഞു. ബലം ദൈവം നൽകി നിങ്ങളെ അയക്കുമ്പോ നിങ്ങളുടെ വീട്ടിൽ ചിലതിനെ വെട്ടി തൂരക്കളയാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. ഇതാ കാര്യസ്ഥൻ ചെയ്യുന്ന പ്രവൃത്തി. കാര്യസ്ഥൻ ചിലത് ചില മിദ്യാനിയ ശക്തി പൊളിയണമെങ്കിൽ ദൈവാത്മാവിന്റെ ശക്തി വേണം. അതുണ്ടെങ്കിലേ അത് പൊളിയത്തുള്ളൂ. ഗിദെയോൻ കരഞ്ഞു, ദൈവമേ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം. ചില വിഷയം നമ്മൾ കരഞ്ഞു, ഓക്കെ, ദൈവത്തിലെ ചിലത് കരഞ്ഞാലും അതിന്റെ മേൽ ജയം വരണമെങ്കിൽ നിന്റെ മേൽ ആത്മശക്തി വന്ന് അതിനെ ഉടച്ചു കളയണം. ചില വിഷയം പൊളിയണമെങ്കിൽ ദൈവത്തിന്റെ ആത്മശക്തിയാൽ ഈ ഫലത്തോടെ എന്തെന്നറിയത്തില്ല. ഞാൻ ഇത് ഏറ്റെടുക്കാൻ ഏറ്റെടുത്തോ. കഴിഞ്ഞ നാള് നീ കരഞ്ഞിട്ടും നടക്കാത്ത ചില വിഷയങ്ങൾ നീ ആത്മാവി ശടകുടഞ്ഞിരുന്നിട്ട് ഈ ബലത്തോടെ പോകുമ്പോ ചിലതിനെ പൊളിച്ച് ചില അദൃശ്യ ശക്തികൾ, ചില മിദ്യാനിയ ശക്തികൾ, ചില നിന്നോട് പോരാടുന്നത്, നിന്റെ കൊയ്ത്തിനെ തടയുന്നത് പൊളിയട്ടെ. ഇത് പറയുമ്പോ കുടുംബങ്ങളുടെ മേൽ, ചർച്ചിന്റെ മേൽ, സഭയുടെ മേൽ കൃപ പ്രാപിച്ചവരൊന്ന് ആരാധിച്ച്, കൃപ പ്രാപിച്ചവർ ആരാധിച്ച്. ഇത് പറയുമ്പോ ദൈവദാസന്മാർ പ്രാർത്ഥിച്ചോ, ഈ ദേശത്തിന് മേൽ വിതച്ച വിതകളെ കൊയ്യാൻ അനുഭവിക്കാതെ ചില വിളകളെ നശിപ്പിക്കുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, എല്ലാ ട്രഡീഷണൽ സ്പിരിറ്റുകളും
അത് ബിസിനസ്സിൽ അനുഭവിക്കട്ടെ, അത് ഈ ദേശത്ത് അനുഭവിക്കട്ടെ, അത് കുടുംബങ്ങളിൽ അനുഭവിക്കട്ടെ, അവരുടെ നന്മകളിൽ അനുഭവിക്കട്ടെ. എന്തോ ദൈവാത്മാവ് ഇന്ന് ചിലരെ നിറച്ചു വിടുക കേട്ടോ. നിങ്ങൾ വീട്ടിൽ പോയി ചില വിഷയത്തെ ഒന്ന് ശാസിക്കണം, ചില വിഷയത്തെ നോക്കി കൽപ്പിക്കണം. വ്യത്യാസം വരാൻ പോവുക. ഗിദയോനെ സേനയെ പോലെ ചിലരെ അയക്കാൻ പോവുക. നിന്റെ കൊയ്ത്തിനെ തടഞ്ഞ, നിന്റെ വിതച്ച വിളവുകളുടെ നന്മ അനുഭവിക്കാതെ തടഞ്ഞത് ദൈവശക്തിയാൽ പൊളിയാണ്. ദൈവാത്മാവ് കണ്ടോ, പരിശുദ്ധാത്മാവിന്റെ പങ്ക് പറയാം. ഇത് തിരിച്ചറിയണം. പാരും ശൂന്യമായതിനെ ആത്മാവ് പരിവർത്തിച്ചു. ജോസഫിനെ വിലത്തി ഉന്നത സ്ഥാനത്തെത്തിച്ചു. ദാനിയേലിനെ ഉന്നത സ്ഥാനത്തെത്തിച്ചു. ഗിദെയോനെ അവനെ കൊണ്ട് കഴിയാത്തത് ആത്മാവ് ശക്തീകരിച്ച് അവന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തെടുത്തു. ഹല്ലേലൂയ. അതുപോലെ ആത്മാവ് ഒന്ന് എത്തിച്ചു, വാഗ്ദത്തങ്ങളിലേക്ക് എത്തിച്ചു, ദൂതിലേക്ക് എത്തിച്ചു, ബലമില്ലാത്തതിന് ബലം നൽകി. അതുപോലെ ആത്മാവ് ചിലരുടെ മേൽ വന്ന് കഴിവില്ലാത്തവനെ കഴിവുള്ളവനാക്കി മാറ്റി. പഴയ നിയമത്തിൽ കഴിവില്ലാത്തവനെ, പുറപ്പാട് 31-ന്റെ 2, 3, 4, 5 വാക്യങ്ങൾ വായിച്ച്. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം 2 മുതൽ താഴോട്ടൊന്ന് വായിച്ച്. 2 മുതൽ താഴോട്ട് വരെ. ഇതാ ഞാൻ യഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ബെസലേലിനെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടി പതിപ്പിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർത്ഥ്യം കൊണ്ട് നിറച്ചിരിക്കുന്നു. 6-ാം വാക്യം. ഞാൻ ദാൻ ഗോത്രത്തിലെ അഹിസാക്കാന്റെ മകനായ ഒഹിയാലാബിനെ അവനോടുകൂടെ ആക്കുകയും സകല ജ്ഞാനികളുടെയും ഹൃദയത്തിലും ജ്ഞാനം നൽകുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും അവർ ഉണ്ടാക്കും. കണ്ടോ, ദൈവാത്മാവ് ചിലരെ നിറച്ചു. കൗശലപ്പണി, വെള്ളി, താമ്രം വെട്ടി ഉണ്ടാക്കാൻ, കൊത്തുപണി ചെയ്യാൻ, ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർത്ഥ്യം കൊണ്ട് അവനെ എന്ത് ചെയ്തിരിക്കുന്നു? എല്ലാവരും ആ വചനത്തെ ഒന്ന് ശ്രദ്ധിച്ച് മോനെ. ആ 3 കാണിച്ച്, 3, 4 കണ്ടോ, രത്നം വെട്ടി പതിപ്പാനും. ഇനി 4-ാമത്തെ വചനം കാണിച്ച്. 4-ാമത്തെ വചനം, മരത്തിൽ കൊത്തുപണി ചെയ്യാനും സകലവിധ പണിത്തരം ഉണ്ടാക്കാൻ ഞാൻ അവനെ. ഇനി 5-ാം വാക്യം, ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർത്ഥ്യം കൊണ്ട്. നമ്മുടെ ജോലി മണ്ഡലങ്ങളിൽ, ഞാനിത് ആത്മീയ മാത്രമല്ല പറയുന്നത്, ജോലി മണ്ഡലങ്ങളിൽ വരെ കഴിവും ബുദ്ധിയും നൽകാൻ ദൈവാത്മാവിന് സാധിക്കും. പുതിയ ഐഡിയ ദൈവാത്മാവ് തരും. ആര് തരും? ദൈവാത്മാവ് തരും. അപ്പം പരിശുദ്ധാത്മാവിന്റെ പങ്ക് കണ്ടോ? പുതിയ ഐഡിയ ദൈവാത്മാവ് തരും. അപ്പൊ ദൈവാത്മാവിന് നമ്മൾ വിധേയപ്പെടുമ്പോൾ നമ്മെ നയിക്കാൻ ദൈവാത്മാവ് വിശ്വസ്തനാണ്. ചിലതിലൊക്കെ കൺഫ്യൂഷൻ ആവുമ്പോൾ പരിശുദ്ധാത്മാവോട് ചോദിക്കേ, പരിശുദ്ധാത്മാവ് ചിലത് തെളിയിച്ചു തരും. എന്ത് ചെയ്യണം? ദൈവാത്മാവ് ഐഡിയ തരും. ചിലതൊക്കെ നമ്മുടെ കൂടെ നിന്ന് ഒരാൾ പറയുന്ന പോലെ ദൈവാത്മാവ് ചെയ്യിപ്പിക്കും. ഈ ദിവസം കർത്താവേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ദൈവാത്മാവ് അത് കാണിച്ചു തരണേ, മനസ്സിലാക്കി തരണേ എന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് അത് ചെയ്യിപ്പിക്കും. അത് വലിയൊരു അനുഗ്രഹമായി തീരും. ഞാൻ അത് വേണോ ഇത് വേണോ, പരിശുദ്ധമായി ദൈവം നിങ്ങളെ നയിക്കും. കർത്താവ് എന്താ ചെയ്യണ്ടേ? ജ്ഞാനവും ബുദ്ധിയും ആത്മാവ് തരും. പക്ഷേ ദൈവത്തിന്റെ ആശ്വാസപ്രദൻ കാര്യസ്ഥനെ നമുക്ക് നൽകുക. ആക്ച്വലി നമ്മളത് ഉപയോഗിക്കുന്നുണ്ടോ? യേശു പറഞ്ഞു, ഞാൻ പോയിട്ട് തിരിച്ചു വരും. ഇത്
പഴയ നിയമത്തിൽ വ്യക്തികളിൽ പ്രവർത്തിച്ചതാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. അടുത്ത ആഴ്ച യേശുവിൽ പ്രവർത്തിച്ചത് നമ്മൾ പറഞ്ഞു. അതിന്റെ ആഴ്ച വിശ്വാസികൾ പുതിയ നിയമത്തിൽ. അങ്ങനെ 2-3 ആഴ്ച നമ്മൾ ധ്യാനിക്കാൻ പോവാ. ഇത് കഴിയുമ്പോൾ ആത്മപ്രവൃത്തിയിലേക്ക് ദൈവം തന്റെ ജനത്തെ മാറ്റാൻ പോവാ. നിങ്ങൾ കൊതിക്കും. കൊതി പരിശുദ്ധാത്മാവിനോടായി തീരണം. അങ്ങനെയാണെങ്കിൽ കാര്യസ്ഥനോട് നമ്മൾ സഹകരിക്കും. കൂടെ ഒരാളുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? സഹകരിക്കണം. അതാ ചെയ്യുന്നത്. ദൈവം നിറച്ചു. ഇത് ലോകത്തിന് മനസ്സിലാവാത്തൊരു കാര്യമാണ്. പരിശുദ്ധാത്മാവിന് ഐഡിയയും ബുദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും എല്ലാം തരാൻ പറ്റും. ഒരു വീട് നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നില്ലേ? കഴിവില്ലേ? ദൈവാത്മാവിനോട് ചോദിക്ക്, ആത്മാവ് ചെയ്തു തരും. ആത്മാവ് ജ്ഞാനത്തെ നൽകും. ആത്മാവ് പരിജ്ഞാനത്തെ തരും. എന്ത് ചെയ്യണോന്ന് അറിയും. നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായി തീരണം. പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥന നിങ്ങളെ ആളെ മാറ്റും. പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിലെ മുൻകോപം, എന്റെ ആ സംസാര രീതി ദൈവാത്മാവിന് വിട്ടുകൊടുക്ക്. ആത്മാവ് നിയന്ത്രിക്കാൻ തുടങ്ങും. പാരും ശൂന്യത്തെ മനോഹരമാക്കാമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആത്മാവ് വ്യാപരിച്ചാൽ അത് മനോഹരത്വമാക്കി മാറ്റും. പക്ഷെ നമ്മുടെ വിശ്വാസിയുടെ പ്രത്യേകത എന്താ അറിയാമോ? പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉപയോഗിക്കും, സത്യം പറഞ്ഞാൽ വിട്ടുകൊടുക്കുന്നില്ല. നിന്റെ കൂടെ ഇരിക്കാൻ കാര്യസ്ഥനെ തരിക. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ബെനിഫിറ്റ് ആണ്. ഇപ്പോൾ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. നിങ്ങൾക്ക് പിടികിട്ടി പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായോ? ഒരു ബൈസ്റ്റാൻഡർ ഉണ്ടെന്ന്. നീ അവിടെ നിന്നോ, ആ റൂമിൽ നിന്നോ, ബൈസ്റ്റാൻഡറുമായിട്ടൊന്ന് സഹകരിച്ചാൽ മതി. അവൻ നിന്നെ കംഫർട്ട് ചെയ്യും, അവൻ നിന്നെ വഴി നടത്തും, അവൻ നിന്നെ അഡ്വക്കേറ്റ് ആയിട്ട് നിൽക്കും. ഈ സുപ്രീം കോടതിയിലൊക്കെ ഉള്ള അഡ്വക്കേറ്റ്സ് ഇല്ലേ, ഒറ്റ കോട്ടിട്ട് വരുന്നതിന് 5, 10, 15, 20, 25 ലക്ഷം ഒക്കെ ഒറ്റ കോട്ടിട്ട് വരുന്നതിന് ഒരു സിറ്റിങ്ങിന് വാങ്ങിക്കുന്നവരുണ്ട്. എന്തുകൊണ്ടാ അവരെ ഏൽപ്പിക്കുന്നേ? ഏൽപ്പിച്ചവന് കാശ് പോയാൽ ഒരു കാര്യം ഉറപ്പാ, അവിടെ മാറി വീട്ടിൽ ഇരുന്നാൽ മതി, കോടതി പോലും ഹാജരാകണ്ട. ഏൽപ്പിച്ചവൻ ചെയ്തോളും. കാരണം അവൻ ആ കോട്ടിട്ട് പറയുന്നത് അവൻ എതിർ കക്ഷി വാദിക്കുന്നതിന്റെ പോയിന്റിന് മീതെ ലോ പോയിന്റ് പറഞ്ഞ് വാദിച്ച്, ഇനി ജഡ്ജി ജാമ്യം തരത്തില്ലെന്ന് പറഞ്ഞാലും വാദിച്ച് ജാമ്യം തരത്തക്ക വണ്ണമുള്ള പവറുള്ളവനാ കോട്ട് വിട്ട് പോയേക്കുന്നത്. അതുകൊണ്ട് കക്ഷിക്ക് ഒന്നും പേടിക്കാനില്ല. ഇന്നല്ല നാളെ അത് പുറത്തു വരുമെന്ന് അവനറിയാം. അതിനേക്കാൾ വലിയ അഡ്വക്കേറ്റ് പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വാദിക്കാൻ. ഇന്ന് പകൽ ആ കേസ് ഒന്ന് വിട്ടുകൊടുക്ക്, ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്ക്. നിനക്ക് വേണ്ടി വാദിക്കാൻ ദൈവാത്മാവുണ്ട്. ദൈവമക്കളെന്ന് മനസ്സിലായോ? ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ പങ്ക് അതാ. ഞാൻ പോകുന്ന പ്രയോജനം കാര്യസ്ഥൻ വരും. ഇനി ആത്മാവ് പരിവർത്തിച്ചു, ചിലരെ ജ്ഞാനം കൊണ്ട് നിറച്ചു. ഇനി പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ചില വ്യക്തിയുടെ മേൽ പ്രത്യേക ചില അനുഭവത്തിൽ വരുന്നത് കാണാൻ പറ്റും. മറ്റേ കൂടിരുന്ന് അവർക്ക് ഉന്നതിൽ എത്തിച്ചു. ദാനിയേലിന്റെ മേൽ ദിവ്യാത്മാവ് ഉണ്ടായിരുന്നു, സ്വപ്നം വ്യാഖ്യാനിച്ചു. ജോസഫിന്റെ മേൽ ഉണ്ടായിരുന്നു. പാരും ശൂന്യ മേൽ ആത്മാവ് പരിവർത്തിച്ചു, മനോഹരമാക്കി. ലീഡർഷിപ്പ് നടത്താൻ മോശയുടെ മേലും ജോഷുവായുടെ മേലും ദൈവാത്മാവ് പകർന്നു. അവന്റെ കഴിവുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. 10-25 ലക്ഷത്തിൽ പുറത്ത് ജനത്തെയാണ് എവിടുന്ന് പുറത്തു കൊണ്ടുവന്നത്? ഒരു ഏകദേശം കണക്ക്, അതിൽ കൂടുതൽ വരാനേ ഉള്ളൂ. ഞാൻ ഉദ്ദേശം മനസ്സിലാക്കാൻ പറയാം. ഒരു 10-30 ലക്ഷത്തിൽ പറ ആൾക്കാരുമായിട്ട് എവിടുന്ന് ഇറങ്ങി തിരിച്ചതാ? ഇവരെ നയിച്ച് പെറുപെറുപ്പും ഒക്കെ ഉണ്ടായപ്പോൾ കൊണ്ടെത്തിച്ച അവന്റെ മേലിരുന്ന ദൈവകൃപ എന്താന്ന് ആലോചിച്ചു നോക്ക്. ചെങ്കടൽ കടന്ന് പുറത്ത് ഇത്രയും കൊണ്ടെത്തിച്ചത് ദൈവം നിറച്ചതാ. ഞാൻ അതിൽ നിന്ന് ഒരു പങ്കെടുത്ത് ആർക്ക് കൊടുക്കുക? ചിലർക്ക് കൊടുക്കുക. യോശുവായ്ക്കും കിട്ടി. യോശുവായും കൊണ്ടെത്തിച്ച് എവിടെ കൊണ്ടെത്തിച്ചു? കനാൻ നാട്ടിൽ കൊണ്ടെത്തിച്ചു. ഇനി പഴയ നിയമത്തില് ചില വ്യക്തികളുടെ മേൽ വരുമ്പോ അവർക്ക് ജയം അനുഭവിക്കാൻ പറ്റി. ജീവിതത്തിൽ എന്ത് വന്നു? ജയം. ന്യായാധിപന്മാർ 3:9-11 വരെ ഒന്ന് വായിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം
മൂന്നാമത് ജഡ്ജസ് ചാപ്റ്റർ 3 വേഴ്സ് 9 to 11. എന്നാൽ ആ. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ, അവർ വല്ലാത്ത ഞെരുക്കമായി അവർ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ കാലേബിന്റെ അനുജനായ കെനസിന്റെ മകൻ ഒത്നിയേലിനെ ഇസ്രായേൽ മക്കൾക്ക് രക്ഷകനായി ഏൽപ്പിച്ചു. ജനം നിലവിളിച്ചപ്പോ ഒരുത്തനെ ദൈവം എന്ത് ചെയ്തു? രക്ഷകനായി കെനസിന്റെ മകനെ എന്ത് ചെയ്തു? എഴുന്നേൽപ്പിച്ചു. അടുത്ത 10. അവൻ അവരെ രക്ഷിച്ചു. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. കാരണം എന്താ പറയാ? അവന്റെ മേൽ ദൈവം എഴുന്നേൽപ്പിച്ചതിന്റെ മേൽ എന്തു വന്നു? യഹോവയുടെ ആത്മാവ് വന്നു. അവൻ ഇസ്രായേലിനും ന്യായാധിപനായി യുദ്ധത്തിന് പുറപ്പെട്ടാറ് യഹോവ മെസൊപ്പൊത്താമിയിലെ രാജാവായ കൂശൻ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ കൂശൻ ശാദാമിനെ ജയിച്ചു. ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. ഈ സ്വസ്ഥതയ്ക്ക് കാരണം എന്താ? പ്രാർത്ഥിച്ചതിന് മറുപടി എന്താ? ഒരുത്തിന്റെ മേലെ ആര് വന്നു? ദൈവാത്മ വന്നപ്പോ യുദ്ധത്തിൽ എന്ത് ചെയ്തു? ജയിച്ചു. ദേശത്ത് സ്വസ്ഥത. ചില സ്വസ്ഥത അനുഭവിക്കണമെങ്കിൽ ആത്മാവ് ഇറങ്ങിയേ പറ്റും. ആത്മാവ് ഇറങ്ങിയ ചില യുദ്ധം തീരും. നിലവിടെ മുമ്പിൽ ഒരുത്തനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അവന്റെ മേൽ ആത്മാവ് പകർന്നു. യുദ്ധം ജയിച്ചു. സ്വസ്ഥത വെളിപ്പെട്ടു. കണ്ടോ? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കണ്ടോ? നിലവിളിച്ചതിന്റെ മുൻപിൽ അവൻ നമ്മൾ പ്രാർത്ഥിച്ചാൽ ആത്മാവ് ഇറങ്ങും. എവിടെ ഇറങ്ങണ്ടെന്ന് വെച്ചാൽ അവർക്ക് എന്ത് ചെയ്തു കിട്ടി? ജയം കിട്ടി. പഴയ നിയമത്തിൽ അതുപോലെ ശിംശോന്റെ ന്യായാധിപതി വായിക്കുമ്പോൾ ശിംശോന്റെ ജീവിതത്തിൽ ദൈവാത്മാവ് എന്ന് കാണാം. അവനെതിരെ വന്നതിനെ വലിച്ചു കീറി പൊട്ടിച്ചു കളയാൻ ആത്മാവനെ ശക്തീകരിച്ചു. ന്യായാധിപന്മാർ 13:24 14 എടുത്താൽ മതി. 14:5 വാക്യം വായിച്ചേ. ന്യായാധിപന്മാർ 14:5. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി തിമ്നയ്ക്ക് അരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. കയ്യിലൊന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. താൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. വീട്ടുകാരും അറിഞ്ഞില്ല. ഒറ്റയ്ക്ക അനുഭവിച്ചേ. പക്ഷെ ആത്മാവ് അവന്റെ മേൽ വന്നതുകൊണ്ട് 14:6 അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. കയ്യിലൊന്നുമില്ലാതിരിക്കെ ഒരാട്ടിൻകുട്ടിയെ കീറിക്കളയുന്ന പോലെ തന്റെ എതിരെ അലറി അടുത്തതിനെ കീറിക്കളഞ്ഞു. ഒരു ദൂത് അതിന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒറ്റപ്പെട്ടതാണെങ്കിലും വേറെ ആരും അറിഞ്ഞില്ലേലും നിന്റെ നേരെ അലറി അടുക്കുന്ന ചിലതിനെ വലിച്ചു കീറിക്കളയാൻ ആത്മാവ് ശക്തീകരിക്കും. ദൈവശക്തിയാണ്. അവന്റെ മുന്തിരിത്തോട്ടത്തിലുള്ള യാത്രയിൽ അവന്റെ നേരെ അപ്പനും അമ്മയും അറിഞ്ഞില്ല. അവന്റെ നേരെ ചാടി വന്നു. കയ്യിൽ ഒന്നുമില്ലാതെ ഒരു ആട്ടിൻകുട്ടിയെ സിമ്പിളായിട്ട് കീറുന്ന പോലെ ആ ലാഘവത്തോടെ സിംഹത്തെ എന്ത് ചെയ്തു? ഇനി ഇദ്ദേഹത്തെ ഫെലിസ്തർ ബന്ധിക്കുന്നുണ്ട്. 15:13-14 വാക്യങ്ങൾ വായിച്ചു. 15:13 അവർ അവനോട് ഇല്ല, ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല, നിന്നെ പിടിച്ചുകെട്ടി അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 പുതിയ കയറുകൊണ്ട് അവനെ കെട്ടി. എത്ര? 2 പുതിയ കയറ് കൊണ്ട് കെട്ടി അവനെ കെട്ടി പാറയിൽ നിന്ന് കൊണ്ടുപോയി. അവർ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്തർ അവനെ കണ്ടിട്ട് ആർത്തു, കളിയാക്കി, വിളിച്ച് പുതിയ കയർ. അവർക്കറിയാം പുതിയ കയറ പൊട്ടത്തില്ല. കളിയാക്കി. ചിലൊക്കെ കെട്ടൊക്കെ കെട്ടിയിട്ട് ചിലർ ചിന്തിക്കും പൊട്ടത്തില്ലെന്ന്. ഇന്ന് പകൽ ചിലരോട് ദൂത് പറയാം. അവൻ എത്ര കെട്ടിയാലും ചിലർക്ക് ചിലതിനെ കുറിച്ച് പേടി. നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട. ഏവൻ എത്ര കെട്ടിക്കോ. ഇവിടെ ഒന്ന് ഈ സൺഡേ വന്ന് ആരാധിക്കുന്ന ആരാധയുടെ പവർ എന്താണെന്നറിയോ? എന്റെ മേൽ അങ്ങതുണ്ടോ പാസ്റ്റർ? അവർ അങ്ങനെ നോക്കി എല്ലാ ലക്ഷണപ്പൊന്നും എനിക്ക് തോന്നുന്നില്ല. എതിർ പ്രാർത്ഥന ഉണ്ട്. എന്തോ ആയിക്കോട്ടെ, ഉണ്ടോ ഉണ്ടാതിരിക്കോ ഒരു വിഷയമില്ല. എന്തോ ഉണ്ടെങ്കിലും ആത്മശക്തി ഇറങ്ങി വന്ന് ആരാധിച്ച അത് പൊട്ടും. ഹല്ലേലൂയ. വായിച്ചോ. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ കൈ കെട്ടിയിരുന്ന കയർ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ കൈ കെട്ടിയിരുന്ന കയർ
കണ്ടിട്ടുള്ളവരൊന്ന് കൈ പൊക്കിയേ. ചണനൂല് അത്യാവശ്യം ആൾക്കാർ കണ്ടിട്ടുണ്ട് മക്കളെ, ചാക്കിന്റെ ഒക്കെ നൂല്. ഇനി പ്ലാസ്റ്റിക് കയർ കണ്ടിട്ടുള്ളവർ കണ്ടു വെക്കേ. ഇത് രണ്ടിനും തീ പിടിച്ചാൽ എന്തോ വ്യത്യാസം പറ. പ്ലാസ്റ്റിക് കയറിന് തീ പിടിച്ചാൽ എങ്ങനെ ഇരിക്കും? പുകഞ്ഞ് 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 നമുക്ക്. പക്ഷെ ഈ ചണനൂല് എന്ന് കത്തിയാൽ എങ്ങനെ ഇരിക്കും? ഇത്രേ ഉള്ളൂ. ഏത് കെട്ടും? ആരുണ്ടെങ്കിൽ? ദൈവാത്മാവുണ്ടെങ്കിൽ. കാര്യസ്ഥന്റെ അനുഭവം മനസ്സിലാക്കിയോ? ഒരാരാധനയിൽ ദൈവാത്മാവ് നമ്മുടെ മേൽ പകർന്ന് ആരാധിച്ച ഫെലിസ്ത്യൻ എത്ര പുതിയ കയറ് കെട്ടിയാലോ തീ കൊണ്ട് കരയുന്ന ചണനൂല് പോലെ ബന്ധനങ്ങൾ അവന്റെ കയ്യിൽ നിന്നും ദ്രവിച്ചുപോയി. ആർക്കെങ്കിലും ഭീതി ഉണ്ടെങ്കിൽ എങ്ങനെ എന്തൊക്കെ കെട്ടുകെട്ടിക്കോട്ടെ, ഏതൊക്കെ പോരഴിഞ്ഞോട്ടെ, എന്തൊക്കെ സംഭവിച്ചോട്ടെ, പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ, കാര്യസ്ഥൻ നിന്റെ മേൽ ചലിക്കാൻ തുടങ്ങിയാൽ ഏത് ബന്ധന കെട്ടുകളും അഴിയും.